ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഹൽവയുടെ റെസിപ്പിയാണ്. ഇത് സാധാരണ ഒരു ഹൽവ അല്ല. നമുക്ക് ചോറൊക്കെ ബാക്കി വരുന്ന സമയത്ത് ചോറും ഈന്തപ്പഴമൊക്കെ ചേർത്തുണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹൽവയാണ്. കുട്ടികൾക്കൊക്കെ എപ്പോഴും വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നല്ല ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഈന്തപ്പഴം ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കണം. ഞാനിവിടെ ഒരു 20 ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. എണ്ണി എടുത്തൊന്നുമല്ല, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ഇത് കുതിർത്തതിന് ശേഷം കുരുവൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്താൽ മതി. ഇതുപോലെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റാക്കി എടുക്കരുത്, അപ്പോൾ അത്രയും വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കേണ്ടി വരും. കുറഞ്ഞ വെള്ളത്തിലൊന്ന് അരച്ചെടുത്താൽ മതി, തരിയൊന്നുമില്ലാണ്ട്. അതുപോലെ 1 കപ്പ് ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചോറ് നമ്മൾ കുറഞ്ഞ വെള്ളത്തിലൊന്ന് അരച്ചെടുക്കണം, ഒരുപാട് വെള്ളത്തിൽ അരച്ചെടുക്കരുത്. ഇനി നമ്മൾ ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള ഈ ചോറ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തരിയില്ലാണ്ട് അരച്ചെടുക്കുക. ഇനി നമ്മൾ ഈന്തപ്പഴത്തിൻ്റെ ആ ഒരു പേസ്റ്റും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് ശർക്കര ഉരുക്കി വെച്ചിട്ടുള്ളതാണ്. ശർക്കരയ്ക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് വേണം നമ്മൾ ശർക്കര ഒഴിച്ചു കൊടുക്കാനായിട്ട്. ശർക്കര ഉരുക്കി അതൊന്ന് അരിച്ചെടുത്തിട്ട് വേണം ഒഴിക്കാൻ, ഇല്ലെങ്കിൽ അതിൽ മണ്ണിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ശർക്കരയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ്. 1 കപ്പ് തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട് ഞാൻ. കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ചേർക്കുക. തേങ്ങയുടെ മുഴുവനായിട്ടുള്ള പാലെടുക്കുക. 1-ാം പാൽ 2-ാം പാൽ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യരുത്. ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ നമ്മൾ ഗ്രാമ്പു, ഏലക്ക, പട്ട എല്ലാം കൂടെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. ഗോതമ്പ് പൊടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളത്തിൽ എന്തിലേലും കലക്കിയിട്ട് ഒഴിക്കുക, ഇല്ലെങ്കിൽ ഇതുപോലെ ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്, കട്ടയില്ലാണ്ട്. അപ്പോൾ തീരെ തരികളൊന്നും ഇല്ലാണ്ട് നല്ല പോലെ തന്നെ കലക്കിയെടുക്കുക ഹൽവക്കാവുന്ന സമയത്ത് തന്നെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അരിച്ചിട്ട് ഒഴിച്ചാലും മതി. ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഹൽവ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് തടവിയതിന് ശേഷം കുറച്ച് നട്ട്സ് ഒന്ന് കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് നട്ട്സും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വെളുത്ത എള്ളും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ആ സെറ്റ് ചെയ്യാനുള്ള പാത്രം ഒന്ന് റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൽവ വിരകിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ അതിലേക്ക് ഒഴിച്ച് വെക്കാം. അപ്പോൾ നമ്മൾ സ്റ്റൗ ഓണാക്കിയിട്ട് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഹൽവയുടെ ആ ഒരു മിക്സ്. ഇനി നമ്മളിത് നല്ല തീയിൽ തന്നെയാണിത് ഫസ്റ്റ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ലാസ്റ്റ് കുറുകി വരുന്ന ആ ഒരു സമയത്ത് മാത്രം നമ്മൾ തീ ഒന്ന് കുറച്ച് വെച്ചാൽ മതി. നല്ല തീയിലാകുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് കുറുകി കിട്ടും. നമ്മൾ തീ കുറച്ച് വെക്കണമെങ്കിൽ ഒരുപാട് സമയം നമ്മളിതുപോലെ ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആദ്യം നല്ല ഫ്ലെയിമിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഏകദേശം ഇങ്ങനെ കട്ടിയായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തൊന്നും നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. കുറച്ച് കുറുകി തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് മാത്രമേ നെയ്യ് ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ അടി പിടിക്കണം അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ സ്റ്റീൽ പാത്രത്തിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ ആ ഒരു മിക്സ് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ല തീ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത് നിന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ തീ കൂട്ടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു സമയത്ത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യോ ബട്ടറോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക, ഓയിൽ ചേർക്കരുത്. അപ്പോൾ നല്ല നെയ്യ് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നല്ല പോലെ വീണ്ടും നമ്മൾ ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം വറ്റി വരുന്നുണ്ട്. ഇനി നമ്മൾ വീണ്ടും 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചേർക്കുന്നതിനനുസരിച്ച് ഇത് കുറുകി വരുമ്പോൾ നമ്മുടെ ആ ഒരു പാനിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങും. നല്ല പോലെ ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഏകദേശം കുറുകി ആയിട്ടുണ്ട്, ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 5-6 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അതിൽ കൂടുതൽ നെയ്യ് ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഇത്രയും മതി നമുക്ക്. എന്നാൽ നെയ്യ് ഒരുപാടായിട്ട് നിൽക്കൊന്നുമില്ല. അപ്പോൾ ഏകദേശം പാനിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഹൽവയുടെ ആ ഒരു പാകം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ തന്നെ നമ്മൾ മുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് പാനിലൊന്നും ഒട്ടി പിടിക്കാണ്ട് കറക്റ്റായിട്ട് തന്നെ വരുന്നുണ്ട്. ഇനി ഒരുപാട് സമയം വെച്ചിട്ട് നമ്മൾ ഇത് അടുപ്പിൽ വെക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഹൽവ സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ പാനിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കിടന്ന് കറങ്ങാൻ തുടങ്ങുന്നുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു തവിമേൽ.
ഇതാണ് ഹൽവയുടെ ഒരു പാകം. എല്ലാം ഒന്ന് മുറുകി കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല. ഒരു 20-25 മിനിറ്റിനുള്ളിൽ തന്നെ നല്ല ഫ്ലെയിമിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിയായി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചൂടോട് കൂടി തന്നെ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് വെച്ച ആ പാനിൽ തന്നെ അങ്ങോട്ട് ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. അപ്പോൾ നമുക്കിങ്ങനെ ലെവൽ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെക്കുക അങ്ങനെയൊന്നും വേണ്ട. പുറത്ത് തന്നെ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ വെച്ചാൽ നല്ല പോലെ തന്നെ തണുത്ത് നമുക്ക് സെറ്റായി കിട്ടും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നട്ട്സൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ കുറുകി വരുന്ന ആ സമയത്ത് വേണമെങ്കിൽ കുറച്ച് നട്ട്സൊക്കെ ചേർക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഞാനൊരു 1.5 മണിക്കൂറിന് ശേഷമാണിത് റീമോൾഡ് ചെയ്യുന്നത്. ഞാനൊരു പേപ്പർ വെച്ചിട്ട് അതിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യിൻ്റെതൊക്കെ ഉണ്ടെങ്കിൽ ആ പേപ്പറിലായിക്കോളും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കുക. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.